ഒടുവിൽ ചിത്ര പി അരുണിമയെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്താൽ പോരാ, അവരുടെ എല്ലാ ഇടപാടുകളും അന്വേഷണം നടത്തി സർവീസിൽ നിന്ന് തന്നെ പിരിച്ചുവിടണം. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൗൺസിലർ ആർ സുഗതന് അയോഗ്യത ഒഴിവാക്കാൻ ആഭ്യന്തര വകുപ്പിൽ നിന്ന് തിടുക്കപ്പെട്ട് സർക്കുലർ ഇറക്കിയത് ജനത്തെ പൊട്ടന്മാരാക്കിയതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം തുലാത്രാസിലായിരുന്നു. BJPക്ക് പിടിച്ചു നിൽക്കാൻ ആയുധമായി മാറിയ ആ കത്തിനു പിന്നിൽ പ്രവർത്തിച്ച ചിത്ര പി അരുണിമ സ്വന്തം തീരുമാനപ്രകാരം ചെയ്തതാണോ? സംശയമുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ കത്ത് കാപ്പ കേസിൽ തടവിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ കൗൺസിലിൽ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയ പ്രതിഷേധത്തെ മേയർ VV രാജേഷ് പ്രതിരോധം തീർത്തത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ജയിൽ സൂപ്രണ്ട് മുഖേന ലഭിച്ച കത്ത് ഉയർത്തിക്കാട്ടിയാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അണ്ടർ സെക്രട്ടറി ഒപ്പിട്ട് പുറത്തിറക്കിയ ഈ സർക്കുലറിലെ പ്രധാന നിർദ്ദേശങ്ങൾ പ്രതിപക്ഷത്തെ പോലും ഞെട്ടിച്ചു. സുഗതൻ കൗൺസിൽ യോഗങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാനാകില്ല, പങ്കെടുക്കാൻ പറ്റത്തുമില്ല. 1994 കേരള മുനിസിപ്പാലിറ്റി നിയമത്തിലെ 91 വകുപ്പ് പ്രകാരം അനുമതിയില്ലാതെ തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ അയോഗ്യനാകും. കൗൺസിലർ സ്ഥാനം സുരക്ഷിതമാക്കാൻ ജയിൽ അധികൃതർ മുഖേന അവധി അപേക്ഷ സമർപ്പിക്കുകയും അത് കൗൺസിലിൽ വോട്ടിനിട്ട് അംഗീകരിക്കുകയും ചെയ്താൽ കൗൺസിലർ സ്ഥാനം നിലനിർത്താം. അത് നിലനിൽക്കും. സർക്കാർ വകുപ്പിൽ നിന്ന് ലഭിച്ച ഈ നിയമോപദേശത്തിന്റെ ബലത്തിൽ മേയർ അവധി അപേക്ഷ വോട്ടിനിടുകയും 6 മാസത്തേക്ക് സുഗതന് അവധി അനുവദിക്കുകയും ചെയ്തു. സുഗതനെ അയോഗ്യനാക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയിൽ മാത്രം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJP ഭരണസമിതിക്ക് പ്രശ്നമായേനെ, കട്ടപ്പുകയായേനെ, കേവല ഭൂരിപക്ഷം നഷ്ടമാകുമായിരുന്നു. സർക്കുലറിന്റെ പിൻബലത്തിൽ നടന്ന വോട്ടെടുപ്പിൽ 51 വോട്ടുകൾ നേടിയാണ് BJP ഈ പ്രതിസന്ധി മറികടന്നത്. മേയറുടെ കാസ്റ്റിംഗ് വോട്ടിന് പുറമെ 2 സ്വതന്ത്രരുടെ പിന്തുണയും BJPക്ക് ലഭിച്ചു. കോൺഗ്രസ് വിമതനായ സുധീഷ് പൗണ്ട് കടവ് വാർഡ് കൗൺസിലർ കൂടി ഇപ്പോൾ അവരെ പിന്തുണച്ചിരിക്കുകയാണ് BJP. നേരത്തെ കണ്ണമ്മൂല വാർഡ് കൗൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണ നൽകിയിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ ഈ കത്തിന്റെ പിന്നിൽ വൻ ഗൂഢാലോചനയും അട്ടിമറിയും നടന്നുവെന്ന് വേണം അനുമാനിക്കാൻ. സെക്രട്ടേറിയറ്റിലെ അടച്ചിട്ട മുറികളിൽ നടന്നത് വൻ അട്ടിമറി നാടകമായിരുന്നു. സ്വന്തം മന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തി ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് അനുകൂലമായി റിപ്പോർട്ട് ചമച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമ എന്തിനാണ് ഈ റിസ്ക് ഏറ്റെടുത്തത്? ഇതിനു പിന്നിൽ നടന്ന എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം. സർക്കാരിനെയും ഭരണമുന്നണിയെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കിയ ഈ വിവാദ ഫയൽ നീക്കത്തിന് പിന്നിലെ ഓഫർ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിലർ പദവി അയോഗ്യമാക്കപ്പെടുമെന്ന നിയമപ്രതിസന്ധി അത് മുന്നിൽ കണ്ടാണ് വിയ്യൂർ ജയിലിൽ കിടക്കുന്ന BJP കൗൺസിലർ ആർ സുഗതന് അവധിക്ക് അപേക്ഷ നൽകുന്നത്. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എസ്കോർട്ട് പരോൾ വേണമെന്ന സുഗതന്റെ ആവശ്യം ആഭ്യന്തര വകുപ്പ് നേരത്തെ തള്ളിയിരുന്നു. തുടർന്നാണ് അവധി അപേക്ഷ അടിയന്തരമായി പരിഗണിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അഭിപ്രായം തേടി ആഭ്യന്തര വകുപ്പ് ഫയൽ അയക്കുന്നത്. ഈ ഫയൽ അണ്ടർ സെക്രട്ടറി ചിത്ര പി അരുണിമയുടെ മുന്നിലെത്തിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. സെക്രട്ടേറിയറ്റിലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഏറെ സ്വാധീനമുള്ള അണ്ടർ സെക്രട്ടറിയാണ് ഡോക്ടർ ചിത്ര പി അരുണിമ. ഒരു കാരണവശാലും ആനുകൂല്യം നൽകാൻ കഴിയില്ലെന്ന് കാട്ടി മന്ത്രി മടക്കിയ ഫയൽ, മന്ത്രിയുടെ നിർദ്ദേശത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് വെറും ഒരു അണ്ടർ സെക്രട്ടറിയായ ചിത്ര പി അരുണിമ നടത്തിയ നീക്കം അപകടം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. മന്ത്രി നൽകിയ വിലക്ക് മറികടന്ന് സുഗതന് അവധി അപേക്ഷ നൽകാൻ പൂർണ്ണ അർഹതയുണ്ടെന്നും കൗൺസിൽ അപേക്ഷ പാസാക്കിയാൽ അംഗത്വം സുരക്ഷിതമായിരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി ജൂലൈ 18 റിപ്പോർട്ട് കൈമാറിയത്. സ്വന്തം വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് അട്ടിമറിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്രയും വലിയൊരു തിരിമറി നടത്തിയത് ഭരണ നേതൃത്വത്തെ പോലും ഞെട്ടിച്ചു. തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി നൽകിയ ഈ പച്ചക്കൊടിയുടെ ബലത്തിലാണ് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി സുഗതന്റെ അപേക്ഷയ്ക്ക് അനുമതി നൽകുന്നത്. ഏതായാലും ഇതിനെക്കുറിച്ച് നന്നായി അന്വേഷിക്കണം. ഇതിൻ്റെ പിന്നിലെ എല്ലാ ഇടപാടുകളെയും അതുപോലെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും വെളിച്ചത്ത് കൊണ്ടുവരണം.